ലിൻഡോ. സാർ, കേരളത്തിലുടനീളം ഇറിഗേഷൻ വകുപ്പിൻ്റെ വിവിധ സ്ഥലങ്ങൾ അനുവാദമില്ലാതെ നാട്ടുകാർ കളിക്കളങ്ങളായി ഉപയോഗപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കളിക്കളങ്ങളുടെ എണ്ണം പൊതുവിൽ കുറഞ്ഞു വരുന്നതും അതുപോലെ തന്നെ ഈ കളിക്കളങ്ങൾ കൃത്യമായി ഉപയോഗിക്കാത്തത് നമ്മുടെ കുട്ടികളുടെ മാനസിക വളർച്ചയെ ബാധിക്കുന്നുണ്ട് എന്നത് കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കളിക്കളങ്ങളായി ഉപയോഗപ്പെടുന്നത്. ഇത് ഇങ്ങനെ ഉപയോഗിക്കുന്നതിന് ഒരു രൂപരേഖ തയ്യാറാക്കാൻ വേണ്ടി കഴിയുമോ? അതുപോലെ തന്നെ ഇതിനായി എന്തൊക്കെ ശ്രമങ്ങളാണ് നമുക്ക് ഈ കളിക്കളങ്ങളായി ഉപയോഗപ്പെടുത്തുന്നതിന് നൽകുന്നതിന് എന്തൊക്കെ ശ്രമങ്ങളാണ് നമുക്ക് നടത്താൻ കഴിയുക എന്നതാണ് ചോദ്യം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, അതൊരു നല്ല ചോദ്യമാണ്. കാരണം പൊതുവിലൊരു പെർമിസീവ് സാങ്ഷൻ കൊടുത്താൽ മതി. വെറുതെ ഇടില്ല. വേക്കൻറ്റ് ലാൻഡ് ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് ആണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. സാർ, സ്പീക്കർ സാർ പറഞ്ഞത് കൂടെ കണക്കാക്കുന്നു. ഇതിനകത്തെ കാണേണ്ട കാര്യം ഇറിഗേഷൻ ടൂറിസം നമ്മൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് പദ്ധതിയാണ്. ഇപ്പം അതിന് ആവശ്യമായി ഇപ്പം നമ്മൾ ഊർത്താങ്കിട്ടിലും അതോടൊപ്പം തന്നെ പാലക്കാട് കാഞ്ഞിരപ്പുഴയിലും അതിൻ്റെ പൈലറ്റ് പ്രോജക്ട്സ് നമുക്ക് ആരംഭിക്കാനുള്ള സ്ഥിതിവിശേഷം ആയിട്ടുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസികളിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇറിഗേഷനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ PPP ആണെങ്കിലും BOT ആണെങ്കിലും നമുക്ക് ആ പദ്ധതി കൊണ്ടുവന്നെത്തിക്കാൻ കഴിയുന്ന ഇറിഗേഷൻ ഇപ്പോൾ കൂടുതൽ ആവശ്യങ്ങളില്ല എന്ന് ബോധ്യമുള്ള സ്ഥലവും എന്നാൽ ജനങ്ങൾക്ക് കുറേ കൂടി സൗകര്യപ്രദമായ ടൂറിസം സാധ്യത ഒരു ഗ്രാമത്തിൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെട്ടാൽ അതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് രൂപപ്പെടുത്താനാണ് ഇറിഗേഷൻ ടൂറിസം കൊണ്ടുവന്നത്. അത് കുറേ സ്ഥലങ്ങളിൽ നമുക്കിപ്പോൾ അതിൻ്റെ രൂപകൽപ്പന ചെയ്യാൻ കഴിയും. അതോടൊപ്പം പ്രസക്തമാണ് ഇപ്പോൾ കായിക മേഖലയും കൂടി പുഷ്ടിപ്പെടുത്താൻ. ഞാൻ കായിക മന്ത്രിയുമായിട്ടും കൂടി ഈ വിഷയം സംസാരിച്ചിരുന്നു. ലിൻഡോ MLA പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇറിഗേഷൻ്റെ പല സ്ഥലങ്ങളിലും ഓൾറെഡി ഇപ്പോൾ ഫുട്ബോൾ കോർട്ടും വോളിബോൾ കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, കളികളും നടക്കുന്നുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കലാണ് ആവശ്യം എന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. ഈ സമീപകാലത്തുണ്ടാകുന്ന ലഹരിയും കള്ളക്കടത്തും മയക്കുമരുന്നും മാനസിക നില തകരാറിലാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൊക്കെ നമ്മുടെ യൂത്തിനെ എൻഗേജ് ആക്കാൻ കുറേ കൂടി ഫലപ്രദമായിട്ടുള്ള നടപടികൾ ഗ്രാമീണ തലങ്ങളിൽ കൊണ്ടുവരുമ്പോൾ പല സ്ഥലങ്ങളിലും കാണുന്നൊരു പ്രധാന വിഷയം കളിസ്ഥലങ്ങളില്ല, പൊതുസ്ഥലങ്ങൾ കണ്ടെത്താൻ പാടുവരുന്നു. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് സമീപകാലങ്ങളിൽ ആവശ്യം അടുത്ത പ്രകാരങ്ങളൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു പെർമിഷൻ സെക്ഷൻ കൊടുത്ത് അവിടെ ടെമ്പററി ആയിട്ടുള്ള ചില കൺസ്ട്രക്ഷൻസ്, ഇപ്പോൾ വോളിബോളാണ് നെറ്റും കോർട്ടും വേണ്ടി വരും, അത്തരത്തിലുള്ള ചില കാര്യങ്ങളെല്ലാം രൂപപ്പെടുത്തി ചെയ്യുന്നതിന് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ അത്തരം കാര്യങ്ങളിൽ താല്പര്യപൂർവ്വം അപേക്ഷ വെച്ചാൽ അത് അവിടുത്തെ സാഹചര്യം കൂടിയായി പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യം പോസിറ്റീവായി എടുക്കാൻ കഴിയും. അത് കേരളത്തിലുടനീളം നമുക്ക് യൂത്തിനെ കുറേ കൂടി എൻഗേജ് ചെയ്യാനായിട്ടും നമുക്ക് യുവജനങ്ങളെ കുറേ കൂടി പ്രോത്സാഹനജനകമായി ഈവനിങ് ടൈം പ്രയോജനപ്പെടുത്താൻ കഴിയത്തക്ക ഒരു സാഹചര്യത്തിന് ഇടം കൊടുക്കും എന്നുള്ളത് കൊണ്ട് അത് പരിഗണിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്.